ആഷ്മി, എന്തൊക്കെയാണ് മഴക്കാലവുമായി ബന്ധപ്പെട്ട വാർത്തകൾ? റോബിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 2 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടാണ്. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ അതിശക്തമാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തിങ്കളാഴ്ച 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് വടക്കൻ ജില്ലകളിൽ ഇപ്രാവശ്യം മഴ ശക്തമായി ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴ കുറവാണ് രാജ്യത്തും കേരളത്തിലും എല്ലാം രേഖപ്പെടുത്തിയിരുന്നത്. എന്തായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴ അതിശക്തമാകും എന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിലെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും കൂടെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തീരദേശ മേഖലയിലും മലയോര മേഖലയിലും അതുകൊണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തീരദേശ മേഖലയിലുള്ളവരെല്ലാം കനത്ത ജാഗ്രതയിലായിരിക്കണം എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകളിലെ വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ പാടില്ല എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ ഉള്ള ജനങ്ങൾ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് കൃത്യമായ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി താമസിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ മേൽക്കൂരയില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരെല്ലാം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം എന്ന കർശന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചു കടക്കാനോ ഈ ജലാശയങ്ങളിൽ കുളിക്കാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജലാശയങ്ങളിലേക്ക് എത്തി നോൽക്കാനോ ജലാശയങ്ങളുടെ മുകളിൽ നിന്ന് എത്തി നോൽക്കാനോ അതുപോലെ തന്നെ സെൽഫികൾ എടുക്കാനോ പാടില്ല എന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റോബിൻ.